എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് മീഡിയൻ. മീഡിയൻ എന്താണെന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലേ. എന്താണ് മീഡിയൻ? ഇതൊരു പൊസിഷണൽ ആവറേജ് ആണല്ലേ. അതായത് നമുക്ക് തന്ന വാല്യൂസിനൊക്കെ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെൻട്രൽ പൊസിഷനിൽ വരുന്ന വാല്യൂ ആണെന്ത്? മീഡിയൻ. ഇപ്പൊ നമുക്ക് തന്ന വാല്യൂസിനൊക്കെ ഒരു അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ പൊസിഷനിൽ ഒരു വാല്യൂ വരുമല്ലോ. ആ വാല്യൂനാണ് എന്ത് പറയാം? മീഡിയൻ എന്ന് പറയാം. അപ്പൊ നമ്മളുടെ മീഡിയന്റെ തൊട്ട് മുകളിലുള്ള നമ്പറും തൊട്ട് താഴെയുള്ള നമ്പർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മീഡിയൻ എന്താണ്? അതൊരു പൊസിഷണൽ ആവറേജ് ആണ് അല്ലേ. മീഡിയൻ എന്താണ്? ഒരു പൊസിഷണൽ ആവറേജ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ സെൻട്രൽ പൊസിഷനിൽ വരുന്ന വാല്യൂ ആണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ ചെയ്ത പോലെ തന്നെ നമുക്ക് മീൻ ഇൻഡിവിജ്വൽ സീരീസിലും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിലും നമുക്ക് പഠിക്കേണ്ട. ആദ്യം നമുക്ക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് എന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂസിനെ അസെൻഡിങ് ഓർഡർ അല്ലേ, മാഗ്നിറ്റ്യൂഡ് നോക്കിയിട്ട് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് അതിന്റെ മിഡിൽ ആയിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ മിഡിൽ ആയിട്ടാണ് നമ്മൾ എന്ത് പറയാ? മീഡിയൻ എന്ന് പറയാം. അപ്പൊ ഇതിനെ തന്നെ നമ്മൾ എന്ത് പറയും? സൈസ് ഓഫ് n പ്ലസ് 1/2 ഐറ്റം എന്ന് പറയും. സൈസ് ഓഫ് n പ്ലസ് 1/2 ഐറ്റം. ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ആണെന്ത്? n അല്ലേ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിന് അല്ലേ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലിൽ വരുന്ന വാല്യൂ ആണെന്ത്? നമ്മളുടെ മീഡിയൻ. അപ്പൊ അത് നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചും ചെയ്യാം അല്ലേ. സൈസ് ഓഫ് എന്താണ്? n പ്ലസ് 1/2 ഐറ്റം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി മീഡിയം ഫോർ ദി ഫോളോയിങ് വാല്യൂസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ടാണ് എന്ത് നമ്മൾ മീഡിയം കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഈ വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പൊ ആദ്യം നമുക്ക് എന്താ വരിക? 4 വരും, ദെൻ 11, ദെൻ 12, പിന്നെന്താണ്? പിന്നെ 19 വരുന്നുണ്ട്, പിന്നെ 20 വരും, പിന്നെന്ത് വരുന്നുണ്ട്? 26 വരുന്നുണ്ട്, പിന്നെ 27 വരിക, പിന്നെന്താ വരിക? പിന്നെ 45 വരും, പിന്നെ 52 വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? പിന്നെ 60 വരുന്നുണ്ട്, ദെൻ 83 വരുന്നുണ്ട്. ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യുക? വാല്യൂസിനെ അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് വാല്യൂസിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ പൊസിഷനിലെ വാല്യൂ അല്ലേ. അപ്പോൾ സെൻട്രൽ പൊസിഷൻ എങ്ങനെ കിട്ടുക? നമ്മളുടെ മീഡിയം അല്ലേ സൈസ് ഓഫ് n പ്ലസ് 1/2 ഐറ്റം. അതായത് നമ്മുടെ n എത്ര വരുന്നത്? നമുക്ക് എണ്ണി നോക്കാം അല്ലേ. ഇത് 1 ആണ്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, 7, 8, 9, 10, 11. അപ്പൊ നമ്മുടെ n എത്രയാണ്? n 11 ആണ്. അപ്പൊ n പ്ലസ് 1/2 ആയിട്ട് അല്ലേ. അപ്പൊ n പ്ലസ് 1 എത്ര കിട്ടും? 12 കിട്ടും അല്ലേ. അപ്പൊ 12/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പൊ നമുക്ക് 6th ആയിട്ടാണ് എന്ത്? നമ്മളുടെ മീഡിയം അല്ലേ. അപ്പൊ 6th ആയിട്ട് എത്രയാണ് ഇവിടെ? 26 ആണ് വരിക അല്ലേ. 6th ആയിട്ട് എന്താണ്? 26 ആണ് വരിക. അപ്പൊ നമ്മളുടെ മീഡിയം എത്ര കിട്ടിയത്? 26 എന്ന് കിട്ടി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇൻഡിവിജ്വൽ വാല്യൂസിലെ മീഡിയം കണ്ടുപിടിക്കുക. ഇവിടെ നമ്മളെ n എന്താണ്? n ഓഡാണ്. അപ്പൊ n ഈവൻ വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? 2 മിഡിൽ ടേംസ് അല്ലേ. വെൻ n is even there are 2 മിഡിൽ ടേംസ്. അപ്പൊ നമുക്ക് n ഈവൻ ആകുമ്പോൾ 2 മിഡിൽ ടേംസ് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആവറേജ് എടുക്കണം. അതും വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഈ വാല്യൂസിന്റെ മീഡിയൻ ആണ് കാണാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് n നോക്കി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. അപ്പൊ നമ്മുടെ n എത്രയാണ്? ഇപ്പൊ ഇവിടെ 10 ആണ്. അപ്പൊ n പ്ലസ് 1/2 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 11/2 വരും അല്ലേ. 11/2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 5.5 ആണ് കിട്ടുക. അപ്പൊ നോക്കാം 5.5 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഈ ഒരു പൊസിഷനിലാണല്ലേ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂസിന് എടുക്കണം. ഈ മിഡിൽ വാല്യൂസിന് എടുക്കണം അല്ലേ. ഈ 50നെയും 52നെയും എടുക്കണം. അതിന്റെ ആവറേജ് നമ്മൾ കാണണം. അപ്പൊ 50ന്റെയും 52ന്റെയും ആവറേജ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? 50 പ്ലസ് 52/2 എത്ര കിട്ടുക? 51 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ n ഈവൻ നമ്പർ വരുമ്പോൾ മീഡിയൻ കാണാം. സോ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിനെ കണ്ട് ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെത് കാണണം. ഇനി നമുക്ക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീൻ കാണാൻ നോക്കാം. അപ്പൊ അതിന്റെ ഫോർമുല എന്താ വരുന്നത്? സൈസ് ഓഫ് n പ്ലസ് 1/2 ഐറ്റം അല്ലെ. സൈസ് ഓഫ് n പ്ലസ് 1/2 ഐറ്റം. അവിടെ n എന്താണ്? അത് ഫ്രീക്വൻസിയുടെ സമ്മാണ്. n എന്താണ്? ഫ്രീക്വൻസിയുടെ സമ്മാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒരു
ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടെ കണ്ടുപിടിക്കുക അല്ലേ. അതായത് ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടെ കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ മീഡിയം കാണുക. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യും. സൈസ് ഓഫ് n+1/2th ഐറ്റം എന്ന ഫോർമുല അപ്ലൈ ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് സൈസ് നോക്കാം അല്ലേ. 5, 8, 10, 15, 20, 25 അല്ലേ. അതിന്റെ ഫ്രീക്വൻസി ഏതാണ്? 3, 12, 8, 7, 5, 4 ആണ് അല്ലേ. ഇതിനെന്ത് ചെയ്യാം, നമ്മൾ ടേബിളിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ സൈസ് എഴുതി, ദെൻ ഫ്രീക്വൻസി എഫ് എഴുതി, ദെൻ എന്ത് ചെയ്യണം, നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ, നമ്മളൊരു പുതിയ ടേം ആണെന്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം? അപ്പൊ ആദ്യത്തെ ഈ ഒരു വാല്യൂല്ലേ, ഇത് തന്നെയാണെന്ത് ആദ്യം നമ്മൾ എഴുതാം. അപ്പൊ 3 തന്നെ എഴുതി. ദെൻ നമ്മൾ ഈ 3+12 അല്ലേ, 3+12 ചെയ്യും. ആ എത്ര കിട്ടും നമുക്ക്? 15 കിട്ടും. അത് ഇവിടെ എഴുതും. ദെൻ ഇപ്പൊ എത്ര നമുക്ക് കിട്ടിയത്? 15 അല്ലേ. ആ 15 + 8 ചെയ്യും. അത് എത്ര കിട്ടും? നമുക്ക് 23 കിട്ടും. 23 + 7 അല്ലേ, അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. ദെൻ 30 + 5 അല്ലേ, അത് എത്ര കിട്ടും? 35 കിട്ടും. ദെൻ 35 + 4 എത്ര കിട്ടും? 39 കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇനി നമ്മളുടെ ഫോർമുല അപ്ലൈ ചെയ്യുക അല്ലേ. എന്താണ്? മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് n+1/2th ഐറ്റം. ഇവിടെ n എത്ര കിട്ടിയത്? 39 അല്ലേ കിട്ടിയത് അല്ലേ. അപ്പൊ 39 + 1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 40 വരും അല്ലേ. 40/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 20th ഐറ്റം. എന്താണ്? 20th ഐറ്റം. അപ്പൊ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20th ഐറ്റം കിട്ടി. ഇനി നമുക്ക് ഈ 20th ഐറ്റം ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഉള്ളിലാണ് വരുന്നത് നോക്കണം. സോ നമ്മളെ 20th ഐറ്റം ഇപ്പൊ ഏതിനുള്ളിലായിരിക്കും വരിക അല്ലേ? അത് 23ന്റെ ഉള്ളിലായിരിക്കും അല്ലേ. 23ന്റെ ഉള്ളിലാണ് എന്ത് വരിക? 20 വരിക. 23ന്റെ ഉള്ളിലാണ് എന്ത് വരിക? നമ്മളുടെ 20th ഐറ്റം വരിക. അപ്പൊ എന്താ പറഞ്ഞത്? സൈസ് ഓഫ് n+1/2th ഐറ്റം അല്ലേ. അപ്പൊ n+1/2th ഐറ്റം എന്താ നമുക്ക് കിട്ടിയത്? 20th ആണ്. അതിന്റെ സൈസ് എത്ര വരുന്നത്? അതിന്റെ സൈസ് എത്രയാണ്? 10 ആണ്. അതാണ് എന്ത് നമ്മളുടെ മീഡിയൻ അല്ലേ. മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് n+1/2th ഐറ്റം ആണ്. അപ്പൊ n+1/2th ഐറ്റം എന്താണ്? 23 ആണ്. അതിന്റെ സൈസ് എത്ര വരുന്നത്? 10 ആണ്. അപ്പൊ 10 ആണ് എന്ത് നമ്മളുടെ മീഡിയൻ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ കാണുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, ആദ്യം നമ്മൾ സൈസ് എഴുതി, ദെൻ ഫ്രീക്വൻസി എഴുതി, ദെൻ അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ, അതായത് ഓരോ ഫ്രീക്വൻസി ആഡ് ചെയ്ത് എന്ത് ചെയ്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ട്. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n+1/2th ഐറ്റം അല്ലേ. അപ്പൊ n+1/2th ഐറ്റം കാണാം. അപ്പോൾ ആ ഐറ്റം ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഉള്ളിലാണ് വരുന്നത് നോക്കുക അല്ലേ. അപ്പൊ നമുക്ക് 20 കിട്ടിയത് 23ന്റെ ഉള്ളിലാണ് അല്ലേ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 10 ആണ് കിട്ടിയത്. 10 ആണ് എന്ത് മീഡിയൻ. ഇനി നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കാണാൻ നോക്കാം. കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കാണാൻ വേണ്ടി ആദ്യം നമ്മളൊരു മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. അതായത് n/2th ഐറ്റം വരുന്ന മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. എന്താണ്? n/2th ഐറ്റം വരുന്ന മീഡിയൻ ക്ലാസ്. ദെൻ ആ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഇന്റർപോളേഷൻ ഫോർമുലയിൽ എന്ത് ചെയ്യണം, വാല്യൂസിനെ അപ്ലൈ ചെയ്യണം. ആ ഇന്റർപോളേഷൻ ഫോർമുല ആണെന്ത്? മീഡിയൻ ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബൈ ഫ്രീക്വൻസി ഇൻറ്റു എന്താണ്? ഇന്റർവെൽ. അപ്പം ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ മീഡിയൻ ക്ലാസ് അല്ലേ, n/2th ഐറ്റം വരുന്ന മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. ഇവിടെ L എന്താണ്? അത് ലോവർ ലിമിറ്റ് ആണ് അല്ലേ. L പിന്നെ N എന്താന്ന് നമുക്കറിയാം. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ എടുക്കുക? നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ മീഡിയൻ ക്ലാസ് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, അതിന് തൊട്ട് മുകളിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായിക്കോളൂ. ദെൻ F എന്താണ്? മീഡിയൻ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ്. ദെൻ C എന്താണ്? ഇന്റർവൽ ആണ്. മീഡിയൻ ക്ലാസ്സിന്റെ ഇന്റർവൽ ആണ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവുക. ആദ്യം നമുക്ക് n/2th ഐറ്റം വരുന്ന മീഡിയൻ ക്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മുടെ ക്ലാസ് ഫ്രീക്വൻസി, അപ്പൊ ക്ലാസ് എന്താണ്? റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് അല്ലേ. 0 to 10, 10 to 20, 20 to 30 എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് വരും. അതിന് കറസ്പോണ്ടിങ് ഉള്ള ഫ്രീക്വൻസി വരും. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ടേബിളിലേക്ക് മാറ്റും അല്ലേ. ദെൻ ക്ലാസ്, ആദ്യം നമ്മൾ ക്ലാസ് എഴുതി, ദെൻ അതിന്റെ ഫ്രീക്വൻസി എഴുതി, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ആദ്യം എന്ത് ചെയ്തു? 8 എഴുതും. ദെൻ ഈ 8 + 12 അല്ലേ, എന്താണ്? നമുക്ക് 20 കിട്ടും അല്ലേ. 20 + 20 എന്ത് ചെയ്യും? 40. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി വെക്കും. ദെൻ നമുക്ക് എന്ത് കാണാം? n/2th ഐറ്റം കാണണം. അപ്പൊ നമ്മുടെ n എത്ര? ഈ ഫ്രീക്വൻസിയുടെ സം ആണെന്ത്? n അല്ലേ. അപ്പൊ n എത്ര നമുക്ക് കിട്ടിയത്? 90 ആണ്. അപ്പൊ n/2th ഐറ്റം കാണണം. അപ്പൊ 90/2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 45 ആണ് വരിക. അപ്പൊ ഈ ഒരു 45 അല്ലേ, അത് ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഉള്ളിലാണ് വരിക? 14 ഉള്ളിലല്ലോ.
63ന്റെ ഉള്ളിലാണ് എന്ത് വരിക, നമ്മളുടെ 45 വരിക. അപ്പോൾ നമുക്ക് കിട്ടിയ n എത്രയാണ്, നമുക്ക് 45, n നമുക്ക് 90 വന്നുകൊണ്ട് n/2 എന്ത് വരും, 45 വരും. അത് 63ന്റെ ഉള്ളിലാണ് വരിക. ഇത് അപ്പോൾ ഈ 63 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 63 വരുന്ന മീഡിയം ക്ലാസ് ഏതാണ്, 30 to 40 ആണ് അല്ലേ. അപ്പോൾ ഈ 63ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീഡിയം ക്ലാസ്, അപ്പോൾ നമ്മൾ മീഡിയം ക്ലാസ് കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മുടെ മീഡിയം ക്ലാസ് ഏതാണ്, 30 to 40 ആണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർപോളേഷൻ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ലോവർ ലിമിറ്റ് എത്രയാണ്, നമ്മൾ ലോവർ ലിമിറ്റ് 30 ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി എഫ് എത്രയാണ്, അത് 23 ആണ്. ദെൻ നമ്മളുടെ സി എഫിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതെടുക്കണം എന്നാ പറഞ്ഞത്, ഈ ഒരു മീഡിയം ക്ലാസ്സിലെ, ഈ മീഡിയം ക്ലാസ് പറഞ്ഞാൽ മൊത്തം ഇതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മീഡിയം ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് എത്രയാണ്, 40. ഇതാണ് നമ്മളുടെ സി എഫ്, ഇതാണ് നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു 63 എടുത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തു. എന്നാൽ 63 അല്ല നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, നമ്മളുടെ മീഡിയം ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയ 40 ആണ് എന്ത് എടുക്കേണ്ടത്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മീഡിയം ക്ലാസ് എത്രയാണ്, 30 to 40 ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ മീഡിയം കാണാനുള്ള ഇന്റർപോളേഷൻ ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് എത്രയാണ്, 30 ആണ്. ദെൻ n/2 അല്ലേ, അത് 45 ആണ് നമുക്കറിയാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 40 എങ്ങനെ വന്നെന്ന് പറഞ്ഞ് അല്ലേ. ഫ്രീക്വൻസി 23 ആണ്. ദെൻ ഇന്റർവൽ അല്ലേ, നമ്മുടെ മീഡിയം ക്ലാസ് എത്രയാണ്, 30 to 40 അല്ലേ. അപ്പോൾ നമ്മളുടെ അതിന്റെ ഇന്റർവൽ എങ്ങനെ വരും, 40 - 30 എത്രയാണ്, നമുക്ക് 10 കിട്ടും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ സി നമുക്ക് 10 കിട്ടുന്നത്. ദെൻ നമ്മളുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 30 + 45 - 40/23 × 10 അല്ലേ. അത് എത്ര നമുക്ക് കിട്ടും, ലാസ്റ്റ് 32.17 എന്ന് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കുക. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഒരു മീഡിയം ക്ലാസ് അല്ലേ, n/2 ഐറ്റം വരുന്ന മീഡിയം ക്ലാസ് കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇന്റർപോളേഷൻ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ മീഡിയം ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 30 ആണ്. ദെൻ ഫ്രീക്വൻസി 23 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 40 അല്ലേ, തൊട്ട് മുകളിൽ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണം. പിന്നെ എന്ത്, ഇന്റർവെൽ അല്ലേ, അതായത് 40 - 30 10 ആണെന്ത് ഇവിടെ ഇന്റർവെൽ.